കമ്മിറ്റിയുടെ നേതാവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ സഖാവ് ബാലസുബ്രഹ്മണ്യനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണെങ്കിലും കേന്ദ്ര സ്ഥാപനങ്ങൾ കേരളത്തിൽ അനുവദിക്കുന്ന കാര്യത്തിലും അങ്ങനെ മൊത്തത്തിൽ കേരളത്തിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ട് ഇടതുപക്ഷ മുന്നണി നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് കെ ബാലൻ മാസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു. ഈ ക്രൂരമായ കേന്ദ്ര ഭരണകൂടത്തിന്റെ സമീപനത്തിനെതിരായി കേരള ജനത ഒന്നാകെ ഒന്നിച്ചുകൊണ്ട് ആ ഭരണ നയങ്ങളെ തിരുത്താനുള്ള സമരം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഈ നീതി നിഷേധത്തിന് എതിരായില്ല എന്ന് നമുക്ക് ബോധ്യമാവണം. ഇല്ലാത്ത ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ ലംഘനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളം ചെയ്ത കുറ്റം? കേരളം ചെയ്ത കുറ്റം ഭരണഘടനാപരമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ എന്ത് കുറ്റമാണ് കേരളം ചെയ്തത് എന്ന് ഈ നീതി നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾ നമ്മോട് പറയുന്നില്ല. ഇതിനെ വിഭജിച്ച് നൽകാൻ ഉത്തരവാദപ്പെട്ട ഭരണകൂടം അത് നിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ നിഷേധത്തിന്റെ ഉദാഹരണമായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പും കേന്ദ്ര ഭരണകൂടം കേരളത്തോട് നീതി നിഷേധിച്ചിട്ടുണ്ട്, അവഗണന കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രാജ്യത്ത് ഏറ്റവും ജനപക്ഷമായി നിൽക്കുന്ന ഒരു ഭരണകൂടമായി കേരള ഭരണകൂടത്തെ വിലയിരുത്തുന്നു എന്നതാണ്. കേന്ദ്ര ഭരണകൂടം അത്തരമൊരു ഭരണ സംവിധാനത്തെ തകർക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യ മുതലാളിത്ത ശക്തികൾക്ക് അവരുടെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നയോപായങ്ങളാണ് ഈ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഭരണം കേന്ദ്ര ഭരണകൂടം നിലനിൽക്കണമെന്ന് ഈ കേരളത്തിലെ സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പഠിച്ചപ്പോൾ കേരളത്തിന്റെ ബഡ്ജറ്റ് എന്നത് ഈ കേരളത്തിന്റെ ആവശ്യങ്ങളെ ആകെ സമാഹരിച്ച് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്തിന് നിർവഹിക്കാൻ കഴിയില്ല. കാര്യങ്ങൾക്ക് വേണ്ടി വായ്പയെടുത്ത് വിതരണം ചെയ്യാനും സർക്കാർ അതിന് ഗ്യാരണ്ടി നൽകാനും തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ ബഡ്ജറ്റിന് പുറത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആലോചിക്കണം എന്ന് വന്നപ്പോഴാണ് കേരളത്തിന്റെ മുതലാളിത്ത ശക്തികൾക്ക് അവരുടെ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നയോപായങ്ങളാണ് ഈ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഭരണം കേന്ദ്ര ഭരണകൂടം നിലനിൽക്കണമെന്ന് ഈ രാജ്യം